അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു ലോഡഡ് ഗൺ പോലെയാണ്. ഓക്കെ, ആ ഒരു അൺഫേവറബിൾ സർക്കംസ്റ്റാൻസസ് വന്നാൽ ഇറ്റ് വിൽ ട്രിഗർ. അപ്പൊ ഈ അൺഫേവറബിൾ സർക്കംസ്റ്റാൻസസ് ഉണ്ടാക്കുന്ന ആരാ? അത് നമ്മൾ തന്നെയല്ലേ. നമ്മുടെ കയ്യിലല്ലേ ഇത് മുഴുവൻ ഇരിക്കണേ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ തെറ്റായി, ഇപ്പൊ ഇത്രയും കാര്യം സംസാരിച്ചപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയണ കാര്യമാണ്. വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എല്ലാം അറിയാം. പക്ഷെ ഒരു പടി അതിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു പടി അതിന്റെ പുറയില് ബിഹൈൻഡ് ദ സ്ക്രീൻ എന്തൊക്കെയാ സംഭവിക്കണേന്ന് നമുക്ക് മനസ്സിലായ ഒരു ചട്ടകൻ ചോറ് വിളമ്പി കൊടുക്കുമ്പോഴോ, വീട്ടിൽ ഒരു സാധനം ഉണ്ടാക്കുമ്പോഴോ, കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോഴോ, വൈകി കഴിക്കുമ്പോഴോ, ലൈഫ് സ്റ്റൈലിൽ തെറ്റായ രീതിയിൽ നമ്മൾ പോവുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കും, അയ്യോ ഇതൊക്കെയാണല്ലോ ഉള്ളിൽ സംഭവിക്കണേന്ന്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ഇവിടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയേ ഉള്ളൂ. ഇനി ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഉറങ്ങാൻ പോണേന്ന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ നമ്മുടെ എല്ലാ ഗാഡ്ജറ്റ്സും മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഫോൺ, ലാപ്ടോപ്പ്, TV 1 മണിക്കൂർ മുമ്പ് അതിനെ മാറ്റിവെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വായനയോ അല്ലെങ്കിൽ മാറ്റുന്ന ഫാമിലി ആയിട്ട് കുറച്ച് എന്തെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാനോ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ബ്രെയിൻ ഒരു സ്ലീപ്പ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യണം ഉറങ്ങാൻ പോണതിന് മുമ്പ്. അപ്പോഴാണ് മെലറ്റോണിൻ എന്ന ഒരു ഹോമോണിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. ഇത് ഇംപ്രൂവ് ആകുമ്പോഴാണ് ഇത് നമുക്ക് ഉറക്കം വരുത്തുന്ന ഹോമോണാണിത്. അപ്പൊ ഒരു സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ഹോമോൺ വേണ്ട രീതിയിൽ ഉണ്ടായാലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഫോണിലുള്ള ബ്ലൂ ലൈറ്റും നമ്മുടെ ലാപ്ടോപ്പിലുള്ള ഈ ബ്ലൂ ലൈറ്റ് ഒക്കെ നമുക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ ബ്രെയിനിന് ഒരു റോങ് മെസ്സേജ് കൊടുക്കുക, ഉറങ്ങാൻ സമയമായിട്ടില്ല, സൺലൈറ്റ് ആണെന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കും, ഉറങ്ങാൻ സമയമായിട്ടില്ല എന്നുള്ള മെസ്സേജ് കൊടുക്കുമ്പോൾ ഈ മെലറ്റോണിന്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പൊ നമുക്ക് ഉറക്കം വരാണ്ടിരിക്കും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്രെയിനിന് ഒരു ഡിജിറ്റൽ സൺസെറ്റ് ആവശ്യമാണ് ടു ഇംപ്രൂവ് മെലറ്റോണിൻ ആൻഡ് എൻഹാൻസ് സ്ലീപ്പ്. ഒരു ഡിജിറ്റലി ഒരു സൺസെറ്റ് നമ്മൾ കൊടുക്കണം. അത് നമ്മൾ എന്താ, എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ ഫോൺ നോക്കിയിരിക്കുന്നു പറയാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ. ഉറക്കം വരാത്തതുകൊണ്ട് ഫോൺ നോക്കിയിരുന്നാൽ നമ്മുടെ ശരീരം ആ ഒരു സിസ്റ്റത്തിലേക്ക് പോകും. ഉറക്കം ഇല്ലാത്ത എന്തോരം ആൾക്കാരുണ്ട്. ഇപ്പൊ അവർക്ക് ഉറക്കം ഇല്ലാത്തതാണ് അവരുടെ പ്രശ്നം. ഉറക്കം ഇല്ലെങ്കിൽ രാത്രിയിലത്തെ റിപ്പയർ വർക്ക് എങ്ങനെ നടക്കും? റിപ്പയർ വർക്ക് നടന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെ ഹെൽത്ത് ഉണ്ടാവും? അപ്പൊ നമ്മൾ ആദ്യത്തെ കാര്യത്തിലേക്ക് വന്നില്ല. ഇതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഡറിൽ പറയുന്നത്. സോ രണ്ടാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവർ റീഹീറ്റ് ഫുഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. റീഹീറ്റ് ചെയ്ത് കഴിക്കരുത്. അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നു, വൈറ്റമിൻസ് നഷ്ടപ്പെടുന്നു, മിനറൽസ് നഷ്ടപ്പെടുന്നു. അകത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് ആ ടെമ്പറേച്ചർ മാറുമ്പോൾ ബാക്ടീരിയൽ റിസ്ക് വരാം, പൂപ്പല് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഓക്സിഡേഷൻ ഉണ്ടാവണം, ആന്റി ന്യൂട്രിയൻസ് കൂടുതൽ ഉണ്ടാവണം ഈ ഫുഡിനകത്ത്. അതേപോലെ ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഈ ശനി ഞായറും കിട്ടിയ അടുത്ത ശനി ഞായറും വരെയുള്ള ഭക്ഷണം ഉണ്ടാക്കി അങ്ങ് ഫ്രീസറിൽ കയറ്റുക. 1 മണിക്കൂർ രാവിലെ നേരത്തെ എണീറ്റാൽ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ പണി വെച്ച് കഴിക്കാണ്ടിരിക്കാം. ഇനി ഇതായിരുന്നോ നിങ്ങൾ മനസ്സിലാക്കിയ ഹെൽത്ത്? മനസ്സിൽ നമ്മൾ ഹെൽത്തി ആണെന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ, നമുക്ക് അസുഖമൊന്നുമില്ല, സോ വി ആർ ഹെൽത്തി. അപ്പൊ ആ ഹെൽത്ത് എന്താന്നുള്ളത് നമ്മൾ എല്ലാവരും ഒന്ന് സ്വയം ചിന്തിക്കുക. ഇതാണോ ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഹെൽത്ത്?